എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കോതമംഗലം പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകി, മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഈ പ്രദേശത്ത് നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മണികണ്ഠൻ ചാൽ, കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു. ജില്ലയുടെ നഗരമേഖലകൾ ശാന്തമാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. KSEBയുടെ ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. AT അശ്വതി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വതി, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നുവെങ്കിലും രാവിലെ പുലർച്ചെ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ഇപ്പോൾ മഴ ശക്തി പ്രാപിക്കുകയാണ്. നഗരമേഖലകളിൽ അല്പം മുൻപ് വരെ വളരെ ശാന്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും നഗരമേഖലകളിൽ അടക്കം മഴ കനക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയോട് ചേർന്നിട്ടുള്ള കോതമംഗലം പ്രദേശങ്ങളിലാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളുള്ളത്. കോതമംഗലം പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട്. ഇവിടെ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഉള്ളത്. മണികണ്ഠൻ ചാൽ, കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. റോഡ് ഗതാഗതം അടക്കം ഇവിടെ താറുമാറായിട്ടുണ്ട്. ഈ മേഖലകളിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളടക്കം പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലകളിലുള്ളത്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന കോതമംഗലം മേഖലകളാണ്, കിഴക്കൻ മേഖലകളാണ് ഏറ്റവും അധികം മണ്ണിടിച്ചിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം ഉള്ള നിലനിൽക്കുന്ന മേഖലകളാണ് ഈ ജില്ലയുടെ കിഴക്കൻ മേഖലകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് മേഖല, പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന തീരപ്രദേശമാണ്. ഈ മേഖലകളിലും കർശന നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നഗരമേഖലകളിൽ നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. പലയിടങ്ങളിലും ചെറിയ തോതിൽ വെള്ളക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. പക്ഷേ മറ്റ് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലവിൽ നഗരമേഖലകളിലില്ല. പക്ഷേ ഇതേ രീതിയിൽ തന്നെ മഴ തുടരുകയാണ് എങ്കിൽ, കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വലിയ വെള്ളക്കെട്ടിനുള്ള ഒരു സാധ്യതകളിലേക്ക് പോകും. പ്രത്യേകിച്ച് കളമശ്ശേരി മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ആലുവ മേഖലകളിലും പലയിടത്തും താഴ്ന്ന പെരിയാറിനോട് ചേർന്ന മേഖലകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അശ്വതി.